എല്ലാവർക്കും നമസ്കാരം. ഈ അൺസെഡ്ജ്മെന്റിന്റെ പുതിയ എക്സാം ഓറിയന്റഡ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന മോഡൽ എക്സാമിനേഷൻ അക്കൗണ്ടൻസി +1 അക്കൗണ്ടൻസി മോഡൽ എക്സാമിനേഷന്റെ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ തന്നെ അതിലേക്ക് കടക്കാം. താരതമ്യേന കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഇന്നലെ ബിസിനസ് സ്റ്റഡീസ് പറഞ്ഞ കണക്ക് തന്നെയാണ്, നമുക്ക് അക്കൗണ്ടൻസിക്കും 60-ൽ 60 മാർക്ക് വേണമെങ്കിൽ നോൺ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നമുക്ക് അതൊന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ കൂടാതെ ഫുൾ മാർക്കും വാങ്ങണമെങ്കിൽ നോൺ ഫോക്കസ് ഏരിയ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലെഫ്റ്റ് സൈഡ് ക്വസ്റ്റ്യനും റൈറ്റ് സൈഡ് ആൻസർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, ക്യാഷ് ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം, അത് പർച്ചേസ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും ഏതാണെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാഷ് ബുക്കിലാണ്. രണ്ടാമത്തേത് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു അസിസ്റ്റൻ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ആ വാക്ക് ഓർമ്മിക്കുമ്പോഴേ നമുക്ക് ആൻസർ വരണം. കറക്റ്റ് ആൻസർ ട്രയൽ ബാലൻസ് ആണ്. നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിന്റെ എല്ലാം കൃത്യത ശരിയാണെന്ന് പരിശോധിക്കുന്നത് ട്രയൽ ബാലൻസിലൂടെയാണ്. വിച്ച് among the following is not an advantage of computerized accounting? computerized accountingന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്, നമുക്ക് ക്വാളിറ്റി റിപ്പോർട്ട് അഡ്വാൻറ്റേജ് ആണ്, ഹൈലി റിലയബിൾ ആണ്, ആക്യുറസി ആണ്. പക്ഷെ അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്താണ്? ഹൈ കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. ദാറ്റ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ്. സോ ആൻസർ ഹൈ കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. ദെൻ ഫോർത്ത് വൺ ഓഡ് വൺ. ഇവിടെ നമുക്ക് കുറെ കറണ്ട് അസറ്റും ദെൻ കറണ്ട് ലയബിലിറ്റി ആണ് തന്നിരിക്കുന്നത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് കറണ്ട് ലയബിലിറ്റി ആണ്, ബാക്കിയെല്ലാം കറണ്ട് അസറ്റ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. Then for fifth question, purpose of preparing bank reconciliation statement. Bank reconciliation statement തയ്യാറാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം to identify the causes of difference between cash book and passbook balances. Then sixth question, the amount of depreciation charged under straight line method. ഓർമ്മിക്കുക, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എപ്പോഴും നമുക്ക് എല്ലാ വർഷവും കുറയ്ക്കുന്ന ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഈടാക്കുന്ന ഡിപ്രീസിയേഷൻ എപ്പോഴും സെയിം ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ സെയിം ആസ് എവറി ഇയർ. Then ഏഴാമത്തേത് the person to whom the payment of a bill of exchange is made to known. ആർക്കാണ് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ ആർക്കാണ് ക്യാഷ് കിട്ടുന്നത്? ഡ്രോയർ, the person who makes the bill. Drawee, to whom the bill is, അല്ലെങ്കിൽ to the person who accepts the bill. Then payee, ആർക്കാണോ പേയ്മെന്റ് നടത്തുന്നത്, that is the payee. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ payee ആണ് കറക്റ്റ് ആൻസർ. Then അടുത്തത് നോക്കിയോളൂ, ഗുഡ്സ് ആണ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. ക്യാഷ് അല്ല, ഗുഡ്സ് വിഡ്രോൺ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗുഡ്സ് വിഡ്രോൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് സ്റ്റോക്കിന്റെ അളവ് കുറയുന്നത്, ദാറ്റ് ഈസ് പർച്ചേസസ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് അല്ല ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഡെബിറ്റ് പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് തന്നെ ഡെബിറ്റ് എപ്പോഴും ഡ്രോയിങ്സ് ആണ്. ഇപ്പൊ ജേർണൽ എൻട്രി വരുന്നത് ഡെബിറ്റ് ആസ്പെക്ട് ഡ്രോയിങ്സ് ആണ്, ക്രെഡിറ്റ് ആസ്പെക്ട് പർച്ചേസസ് ആണ്. Then next one നമുക്ക് നോക്കാം, briefly explain impressed system with an example. impressed system നമുക്കറിയാം, പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത് എപ്പോഴും impressed system അനുസരിച്ചാണ്. According to this system, പെറ്റി കാഷ്യർക്ക് മെയിൻ കാഷ്യർ മുൻകൂറായി അഡ്വാൻസ് ആയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് കയ്യിൽ ഏൽപ്പിക്കും. ആ കയ്യിൽ ഏൽപ്പിച്ച തുക വെച്ചാണ് ഇനി വരാൻ പോകുന്ന പെറ്റി പേയ്മെന്റ്സ് എല്ലാം നടത്തുന്നത്. അത്തരം സിസ്റ്റത്തിനെ പറഞ്ഞ പേരാണ് impressed system. A fixed amount is advanced to the petty cashier at the beginning of the period by the main cashier for petty payments. Okay, മുൻകൂറായി ഒരു ഫിക്സഡ് എമൗണ്ട് പെറ്റി കാഷ്യർക്ക് മെയിൻ കാഷ്യർ നൽകുന്നതാണെങ്കിൽ ആ സിസ്റ്റത്തിനാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഈ സിസ്റ്റം അനുസരിച്ചാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. Then state the basic objectives of preparing financial statements. Financial statements തയ്യാറാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ പെർഫോമൻസ് അളക്കുക, സ്ഥാപനത്തിന്റെ ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണ്, സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അസറ്റ്സ് എത്ര, ലയബിലിറ്റീസ് എത്ര എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ തയ്യാറാക്കുന്നത്. The next one, describe the accounting treatment of closing stock. Okay, closing stock adjustment തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് കണക്കാക്കേണ്ടത്? ട്രയൽ ബാലൻസിൽ തരും, അഡ്ജസ്റ്റ്മെന്റിൽ തരുന്നതാണ്. അഡ്ജസ്റ്റ്മെന്റിലാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ട് ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ്
കാണിക്കുക. അതിനുശേഷം ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് നമ്മൾ കാണിക്കണം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ ചോയ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ നമുക്ക് 8 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 4 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. 4 ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. അപ്പൊ നിങ്ങൾ ആദ്യം നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻസിന്റെ ചോയ്സ് എത്ര എണ്ണമുണ്ട്, അതിൽ എത്ര എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നോക്കുക. ദെൻ മാർക്ക് അനുസരിച്ച് ആൻസർ ചെയ്യാവൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ അക്കൗണ്ട്. ഓക്കെ, നമ്മൾ അത് പറഞ്ഞു. 12ാമത്തേത് സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഇൻഷുറൻസ് പ്രീപെയ്ഡ്, സാലറി പ്രീപെയ്ഡ്, വേജസ് പ്രീപെയ്ഡ്. മുൻകൂറായി നമ്മൾ ചെലവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് ദ എക്സ്പെൻസസ് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ഹാസ് നോട്ട് ബീൻ ഫുള്ളി എൻജോയ്ഡ് ബിഫോർ ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ. ഈ അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനത്തിന് മുമ്പ് നമ്മൾ ആ എക്സ്പെൻസിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നില്ല. അത് അടുത്ത വർഷത്തേക്കായിരിക്കാം. അപ്പൊ അടുത്ത വർഷത്തെ ഒരു ചെലവ് നമ്മൾ മുൻകൂറായി കൊടുത്തതായിരിക്കാം. അങ്ങനെ മുൻകൂറായി നമ്മൾ കൊടുക്കുന്ന എക്സ്പെൻസിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ സാലറി പ്രീപെയ്ഡ്, ഇൻഷുറൻസ് പ്രീപെയ്ഡ് എക്സെട്ര. Then complete the series as per the hint given. നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് അനുസരിച്ച് ബാക്കിയുള്ളത് ഫില്ല് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ബൈ ദ ഓണർ ഇൻ ദ ഫേം. ഓണർ ഇൻവെസ്റ്റ്മെന്റ് എന്ന തുകയെ പറഞ്ഞ പേര് ക്യാപിറ്റൽ. കോസ്റ്റ് ഇൻകേർഡ്, കോസ്റ്റ് ചെലവ്. ടു ഇൻകേർഡ് ടു ഏൺ റവന്യൂ, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമുക്കുണ്ടാകുന്ന ചെലവിനെ പറഞ്ഞ പേര് എക്സ്പെൻസ്. ഓക്കെ, എക്സ്പെൻസ് ആണ് അതിന്റെ ആൻസർ. ദെൻ അസറ്റ്സ് ഹെൽഡ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അത് നമുക്ക് അസറ്റ് ലോങ് പീരീഡ് എന്ന് കാണുമ്പോൾ അറിയാം അത് ഫിക്സഡ് അസറ്റ്സ് ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ കറണ്ട് അസറ്റ് എന്ന് എഴുതാലും ആൻസർ ആയിരിക്കും. അടുത്ത 14ാമത്തേത് സ്റ്റേറ്റ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും 2 ലിമിറ്റേഷൻ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ്, അതിന് സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലില്ല, ദെൻ കോമൺ സെൻസ് ഇല്ല, ഫീലിംഗ് ഇല്ല, ഇമോഷൻസ് ഇല്ല, തിങ്കിങ് കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു അത് മാത്രമേ ആര് ചെയ്യുന്നുള്ളൂ, കമ്പ്യൂട്ടർ സിസ്റ്റം ചെയ്യുന്നുള്ളൂ. സോ അതാണ് ദാറ്റ് ഈസ് ദ മെയിൻ drawbacks of computer system. Then next നമുക്ക് വരുന്നത് choose the correct accounting concepts. 15ാമത്തെ ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുക. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്താ വരുന്നത്? ഒന്നാമത്തേത് ദ ഇന്റർവെൽ ഓഫ് ടൈം. ഇന്റർവെൽ ഓഫ് ടൈം അത് കാണുമ്പോൾ ഓർമ്മിക്കുക അക്കൗണ്ടിങ് കൺസെപ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ദ ബിസിനസ് ഫേം വുഡ് കണ്ടിന്യൂ ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻഡെഫിനിറ്റ്ലി. എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബിസിനസ് സ്ഥാപനം തുറന്നുകൊണ്ടേ പോവുക. ദാറ്റ് ഈസ് ഇൻഡെഫിനിറ്റ്ലി. ഓക്കെ, നമുക്ക് പറയാൻ പറ്റാത്ത കാലത്തോളം ബിസിനസ് സ്ഥാപനം മുൻപോട്ട് പോവുക. ദാറ്റ് ഈസ് എ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. Then next one എന്താണ്, 2 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്താൽ മതി. 16 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 3 മാർക്ക് വീതമാണ്. അതിൽ ഒന്നാമത്തേത് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് 3 മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത്തത് റെക്കോർഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. മൂന്നാമത്തേത് ശരിയായ ഡെബിക്ഷൻ ഓഫ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ. ദീസ് ആർ ദ 3 മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. Then 17ാമത്തേത് നോക്കിക്കോളൂ, എഫക്ട്സ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് അത് അക്കൗണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണ് നോക്കണം. ആദ്യം ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, 1 ലക്ഷം രൂപ കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് അസറ്റ് സൈഡ് ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് അവിടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. Then purchased goods for cash. Purchased goods for cash വരുമ്പോഴേക്കും നമുക്ക് അവിടെ എന്താണ്, നമ്മുടെ ക്യാഷ് ഡിക്രീസ് ആകുന്നുണ്ട്, സ്റ്റോക്ക് ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പം ക്യാഷിൽ നിന്ന് 20,000 കുറയ്ക്കുന്നു, സ്റ്റോക്കിൽ നിന്ന് 20,000 ആഡ് ചെയ്യുന്നു. സ്റ്റോക്ക് നേരത്തെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 20,000 കാണിക്കുക. ദെൻ അതിനുശേഷം നമുക്ക് സോൾഡ് ഗുഡ്സ് ടു പ്രിയ ഓൺ ക്രെഡിറ്റ്, കടമായിട്ട് വിൽക്കുന്നു. കടമായിട്ട് വിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് കുറയുന്നു. അതോടൊപ്പം തന്നെ ഡെറ്റേഴ്സ്, നമുക്ക് പൈസ തരേണ്ട ഡെറ്റേഴ്സ് ഉണ്ടാകുന്നു. അപ്പം അങ്ങനെയാണ് ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. Then 18th question, compute the closing stock, cost of goods sold. Cost of goods sold ന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ആൻഡ് ക്യാരേജ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ് ക്യാരേജ് കൂട്ടുമ്പോൾ 1,32,000, അതിൽ നിന്ന് 30,000 ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ ആൻസർ 1,02,000.
Then state any three important needs of providing depreciation. Depreciation കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട എന്താണ് ആവശ്യകത, ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. ഒന്നാമത് to ascertain true profit, നമുക്ക് ശരിയായ ലാഭം കണക്കാക്കണമെങ്കിൽ depreciation നമ്മൾ കൊടുക്കണം. Then matching cost and revenues, കൃത്യമായിട്ട് നമുക്ക് മാച്ച് ചെയ്യണം. നമ്മുടെ മാച്ചിങ് കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് ശരിയായ എക്സ്പെൻസ് റവന്യൂ കണക്കാക്കണമെങ്കിൽ അവിടെ നമുക്ക് depreciation അനുവദിക്കണം. Then ഇത് നമുക്ക് ടാക്സ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. Then to ascertain accurate cost of production നമുക്ക് മനസ്സിലാക്കണം. These are the കുറേ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ, നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. State any 3 features of bill of exchange. Bill of exchange തയ്യാറാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട 3 എണ്ണം. ഒന്നാമത്തേത് എന്താണ്? Bill of exchange is an instrument in writing. Bill of exchange containing an unconditional order. The order must be to pay money and money only. The sum payable must be specific. These are the main important features of bill of exchange. Okay. അടുത്ത് പറയുന്നത് നമുക്ക് അടുത്ത ചോയ്സ് വരുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻ ആണ്, 21 മുതൽ 25 വരെ. 5 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിന്ന് 2 എണ്ണം എഴുതിയാൽ മതി, 4 മാർക്ക്. അപ്പൊ നമുക്ക് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ആദ്യത്തത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നാമത്തത് റിലയബിലിറ്റി. നമുക്കിത് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് reliability means information should be free from errors and bias. Okay, that is the reliability, വിശ്വാസ്യത. Then relevance, ആവശ്യകത. Information must be available in time, കൃത്യസമയത്ത് അത് നമുക്ക് ലഭ്യമാക്കണം. മൂന്നാമത്തേത് understandability, information must be simple and understandable, സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് അക്കൗണ്ടിങ്. Then comparability, information should be comparable with other firms and with other periods. Okay, these are the main qualitative characteristics of accounting information. നെക്സ്റ്റ് 22ാമത്തെ നമുക്കൊരു പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പെറ്റി ക്യാഷ് ബുക്ക് നമുക്കറിയാം ഇംപ്രസ്ഡ് എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് ആദ്യമേ അഡ്വാൻസ് ചെയ്യും. അതാണ് നമ്മൾ ആദ്യം കാണിക്കേണ്ടത്. നമുക്കറിയാം പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന രീതി ഞാൻ റൈറ്റ് സൈഡ് തന്നിട്ടുണ്ട്, ആൻസർ നോക്കുക. Then നമുക്ക് ഇതിന്റെ എല്ലാ വീഡിയോസും ഞാൻ ക്ലാസ്സുകളെല്ലാം തന്നെ മുൻകൂറായി ഈ ചാനലിലുണ്ട്. ആവശ്യമുള്ളവരെല്ലാം അക്കൗണ്ടൻസി ഓരോ ചാപ്റ്റർ വൈസ് പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ട് അത് ഓരോ ക്ലാസ്സുകൾ മനസ്സിലാക്കി അക്കൗണ്ടൻസി ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ നമുക്കറിയാം പെറ്റി ക്യാഷ് ബുക്കിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത് എമൗണ്ട് റിസീവ്ഡ് എത്രയാണെന്ന് കാണിക്കുക, ലെഫ്റ്റ് സൈഡ്. ദെൻ റൈറ്റ് സൈഡ് നമുക്ക് വരുന്ന എക്സ്പെൻസ് എല്ലാം ഏകദേശം ഒരു ഐഡിയ കണക്കാക്കി തരംതിരിക്കുക. ഇവിടെ ഇപ്പൊ നമുക്ക് കാരേജ് ഉണ്ട്, ബസ് ഫെയർ, ട്രാവൽ എന്ന എക്സ്പെൻസ് വരുന്നുണ്ട്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം വരുന്നുണ്ട്, ദെൻ സ്റ്റേഷനറി ഐറ്റം വരുന്നുണ്ട്. അതിൽ ഓരോന്നും പ്രത്യേകം എക്സ്പെൻസ് കണക്കാക്കുക, ബാലൻസ് കണക്കാക്കുക. ദെൻ ബാലൻസ് ആണ് 110, ബാലൻസ് നമുക്ക് 110 രൂപ ബാലൻസ് കിട്ടുന്നു. Then next one, write any 4 differences between ledger and journal. Journal ledger എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജേണൽ ലെഡ്ജർ നമുക്ക് നന്നായിട്ട് അറിയാം. ജേണൽ എന്ന് വെച്ചാൽ പ്രൈമറി എൻട്രി ആണ്, ലെഡ്ജർ എന്ന് വെച്ചാൽ സെക്കൻഡറി എൻട്രി ആണ്. നമ്മൾ ഫസ്റ്റ് ആദ്യം ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ജേണൽ ചെയ്യുന്നു, അതിനുശേഷമാണ് നമ്മൾ അതിനെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ദെൻ ജേണൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ലെഡ്ജർ ആണെങ്കിൽ അനലിറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ജേണലിലാണെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് സോഴ്സ് ഡോക്യുമെന്റ് അനുസരിച്ചാണ്, നമുക്ക് വൗച്ചർ, ബില്ല്, റെസിറ്റ് അനുസരിച്ചാണ് നമ്മൾ ജേണൽ തയ്യാറാക്കുന്നത്. പോസ്റ്റിംഗ് ആണെങ്കിലോ ജേണൽ അനുസരിച്ചാണ് നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റിംഗ് നടത്തുന്നത്. ദെൻ ഇവിടെ നമുക്ക് ജേണലിൽ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ ലെഡ്ജർ അക്കൗണ്ട് എല്ലാം തന്നെ ബാലൻസ് ചെയ്തിരിക്കണം. ജേണൽ എൻട്രി എഴുതുന്ന പ്രോസസ്സിന് പറഞ്ഞ പേര് ജേണലൈസിംഗ് എന്നും, ദെൻ ലെഡ്ജറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് പറഞ്ഞ പേര് പോസ്റ്റിംഗ് എന്നും പറയുന്നു. ഓക്കെ, നമുക്കത് നിങ്ങൾക്ക് തന്നിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി. ഓക്കെ, ഇത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ വരുന്ന, ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ്. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്കറിയാം, ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ്, വേജസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു, വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്. രണ്ടാമത്തേത് റെന്റ് അഡ്വാൻസ് ആണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, ദാറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ അക്കൗണ്ട്. ഇൻകം ആയതുകൊണ്ട് തന്നെ സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യുക. ജേണൽ എൻട്രി റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. Then അടുത്തത് 25ാമത്തേത് ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ഇത് നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആണ്, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിലുള്ള സിംഗിൾ എൻട്രി സിസ്റ്റത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. ഇതിന്ന് കറക്റ്റ് ക്രെഡിറ്റ് സെയിൽസ് കണക്കാക്കാൻ നമുക്ക് അറിയാതെ, ക്രെഡിറ്റ് പർച്ചേസ് കണക്കാക്കാൻ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റ് സെയിൽസ് കണക്കാക്കാൻ നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. അപ്പൊ അതിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ദെൻ ക്യാഷ് റിസീവ്ഡ്, ക്രെഡിറ്റ് സൈഡ്, ഡിസ്കൗണ്ട് അലൗഡ്, ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, അതിന്റെ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തതിനു
ശേഷം നമുക്ക് പോസ്റ്റ് ചെയ്തതിനു ശേഷം ബാലൻസിങ് ഫിഗർ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആയിട്ട് കിട്ടുന്നത്. Then next നമുക്ക് കണക്കാക്കുന്നത് അടുത്ത ചോയ്സ് വരുന്നുണ്ട്. ആൻസർ എനി 3 questions from 26 to 31. ഓരോന്നിൽ നിന്ന് നമ്മൾ കണക്കാക്കേണ്ടത് ഓരോന്നിനും 5 മാർക്ക് വെച്ചാണ്. അതിൽ ഒന്നാമത്തത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ഏറ്റവും സിമ്പിൾ പ്രോബ്ലം ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആകെ ഒരു കോൺട്രാ എൻട്രി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ റെസീറ്റ്സും റെസീറ്റ്സ് എഴുതുക, എല്ലാ പേയ്മെന്റ്സും പേയ്മെന്റ്സ് എഴുതുക. ക്യാഷ് ഇൻ ഹാൻഡ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യണം. നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ് രണ്ടും ഡെബിറ്റ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ക്രെഡിറ്റ് ഒന്നും അല്ല തന്നിരിക്കുന്നത്. രണ്ടും ഡെബിറ്റ് ബാലൻസ് ആണ്. സോ തുടക്കം തന്നെ ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ. ക്യാഷ് കോളത്തിൽ 12,500, ബാങ്ക് കോളത്തിൽ 5,000. Then cash paid to Hari payment ആണ്. ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് സൈഡിൽ ഹരി എഴുതി ക്യാഷ് കോളം. Then deposited into bank നമുക്കറിയാം deposited into ബാങ്കും withdraw from bank for office യൂസും എന്താണ് കോൺട്രാ എൻട്രി ആണ്. അത് നമുക്ക് രണ്ട് വശത്തും വരും. അത് ലെഡ്ജർ ഫോളിയോ അക്കൗണ്ടിൽ കോളത്തിൽ നമുക്ക് സി എന്ന് എഴുതുകയും വേണം. Then rent paid by check. Rent ആണ് paid by check. Rent കൊടുത്തു. അപ്പൊ പേയ്മെന്റ് ആണ്. ബാങ്ക് എന്നാണ് എമൗണ്ട് പോകുന്നത്. പേയ്മെന്റ് ചെക്ക്. അപ്പം എമൗണ്ട് കോളം ബാങ്ക് കോളത്തിലാണ് കാണിക്കേണ്ടത്. Then sold goods for cash. നമുക്ക് റെസീറ്റ് ആണ്. പൈസ കിട്ടി, ക്യാഷ് കിട്ടി. അപ്പൊ സെയിൽസ് എന്ന് എഴുതി ക്യാഷ് കോളത്തിൽ കാണിക്കുക. Paid to മോനിഷ്. നമുക്ക് ചെക്ക് അല്ല കൊടുത്തിരിക്കുന്നത്. മോനിഷിന് പൈസയാണ് കൊടുത്തത്. സോ പേയ്മെന്റ് സൈഡ് മോനിഷ് എന്ന് എഴുതി ക്യാഷ് കോളത്തിൽ കാണിക്കുക. സാലറി പെയ്ഡ്. സാലറി എക്സ്പെൻസ് ആണ്, പേയ്മെന്റ് ആണ്. പേയ്മെന്റ് സൈഡിൽ നമ്മൾ സാലറി എന്ന് എഴുതി then 3,000 ക്യാഷ് കോളത്തിൽ കാണിക്കുന്നു. ക്യാഷ് കോളവും ഡെബിറ്റ് സൈഡ് ക്യാഷ് കോളം ക്രെഡിറ്റ് സൈഡ് ക്യാഷ് കോളം തമ്മിൽ ബാലൻസ് ചെയ്യുക. then ഡെബിറ്റ് സൈഡ് ബാങ്ക് കോളം ക്രെഡിറ്റ് സൈഡ് ബാങ്ക് കോളം തമ്മിൽ ബാലൻസ് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ബാലൻസ് വന്നിരിക്കുന്നത് 7,500ഉം 6,000ഉം ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കാണ്. Then explain any 5 causes. Explain ചെയ്യുക 5 causes of എന്താണ് ബാങ്ക് റീകൺസിഡർ സ്റ്റേറ്റ്മെന്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക്. ഒന്നാമത്തത് ചെക്സ് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം തന്നെ. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് പെയ്ഡ് ഇൻ ചെക്ക് ബാങ്കിൽ കൊടുത്ത് പക്ഷെ അത് കളക്ട് ചെയ്യപ്പെട്ടില്ല. ദെൻ ഏതെങ്കിലും കസ്റ്റമർ നമ്മുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ, ദെൻ ബാങ്കുകാർ നമ്മുടെ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, ദെൻ നമുക്ക് വേണ്ടി ബാങ്കുകാർ ഏതെങ്കിലും പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ, ഇതെല്ലാം കാരണം കൊണ്ട് നമുക്ക് പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്കും വ്യത്യാസം വന്നേക്കാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പ്രിപ്പയർ ട്രയൽ ബാലൻസ്. നമുക്കറിയാം ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ എപ്പോഴും പഠിപ്പിക്കുന്നതാണ്. അസറ്റും എക്സ്പെൻസും. അസറ്റ് എ ആൻഡ് ഇക്ക് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. LIC ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ ഇതിന് മൂന്നിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്യാഷ് നമുക്കറിയാം ഈ തന്നിരിക്കുന്നതിൽ അസറ്റും എക്സ്പെൻസ് എല്ലാം തന്നെ ഡെബിറ്റ് സൈഡ് കാണിക്കുക. ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ എല്ലാം തന്നെ ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ഇപ്പൊ ക്യാഷ് നമുക്ക് അസറ്റ് ആണ്, ഡെബിറ്റ് സൈഡ്. സൺട്രി ഡെറ്റേഴ്സ് അസറ്റ് ആണ്, ഡെബിറ്റ് സൈഡ്. ഫർണിച്ചർ അസറ്റ് ആണ്, ഡെബിറ്റ് സൈഡ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണ് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് സൈഡ്. ബിൽസ് പേയബിൾ ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് സൈഡ്. പർച്ചേസസ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡ്. സെയിൽസ് ഇൻകം ആണ്, ക്രെഡിറ്റ് സൈഡ്. സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡ്. ഇൻട്രസ്റ്റ് ഇൻകം ആണ്, ക്രെഡിറ്റ് സൈഡ്. ക്യാപിറ്റൽ നമുക്ക് ക്രെഡിറ്റ് ആണെന്ന് അറിയാം. രണ്ടു വശം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ട്രയൽ ബാലൻസിൽ ചോദിച്ചിരിക്കുന്നത്. ദെൻ 29ാമത്തത് അറേഞ്ച് ദ ഫോളോയിങ് ഐറ്റംസ്. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇതിൽ ഏതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഏതൊക്കെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അങ്ങനെ. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു ഡയറക്റ്റ് എക്സ്പെൻസസ് വേജസ്, പർച്ചേസസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് ഇൻകം സെയിൽസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻഷുറൻസും ഡിപ്രീസിയേഷനും. ഇൻഡയറക്റ്റ് ഇൻകം ഇൻട്രസ്റ്റ്. അസറ്റ്സ് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് മെഷീനറി തന്നിട്ടുണ്ട്. ലയബിലിറ്റീസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ബിൽസ് പേബിളും തന്നിട്ടുണ്ട്. Then match the following. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് match the following തന്നിരിക്കുന്നത്. ഒന്നാമത്തേത് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. നമ്മൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അസറ്റ് ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് കാണിക്കുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നു. ദെൻ കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് അതൊരു ലയബിലിറ്റി ആണ്. ദെൻ ഡ്രോയിങ്സ് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തതും സിമ്പിൾ ആണ്. 31ാമത്തെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അതിൽ അതിന്റെ ബേസിസ് പറയുന്നുണ്ട്. 5 ഡിഫറൻസ് എഴുതിയാൽ മതി. ഇവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നോക്കുക. ഒന്നാമത്തേത്
ട്രാൻസാക്ഷൻസ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ് മാനുവൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. then based on these are also accounting principles. then റെക്കോർഡിംഗ് ആണെങ്കിൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. അവിടെ നമുക്ക് ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഇവിടെ നമ്മൾ പോസ്റ്റിംഗ് ഇൻടു ലെഡ്ജർ അക്കൗണ്ട് അവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർ ചെയ്തുകൊള്ളും. അപ്പൊ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള കാര്യം പിന്നെ നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്പീഡി ആണ്, പക്ഷേ മാനുവൽ അക്കൗണ്ടിങ് വെരി ടൈം കൺസ്യൂമിംഗ് ആണ്. ദെൻ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ചാൻസസ് ഓഫ് എറേഴ്സ് കൂടുതലാണ്, പക്ഷെ നമ്മുടെ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ എറേഴ്സ് കുറവായിരിക്കും. ദെൻ കോഡിംഗ് ഈസ് നോട്ട് നെസസറി. നമുക്ക് മാനുവൽ അക്കൗണ്ടിംഗ് ആണെങ്കിൽ കോഡിംഗ് ആവശ്യമില്ല, പക്ഷെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ കോഡിംഗ് ആവശ്യമാണ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ആൻസർ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ഇതിലോട്ട് എത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ 8 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നിരിക്കുന്നതിൽ റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ അപ്രോപ്രിയേറ്റ് സ്പെഷ്യൽ ജേർണൽ. നമുക്കറിയാം സ്പെഷ്യൽ ജേർണൽസ് നമുക്കറിയാം ക്യാഷ് ബുക്ക്, പർച്ചേസസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പെറ്റി ക്യാഷ് ബുക്ക്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ സ്പെഷ്യൽ ജേർണൽസ്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഒരു 8 ട്രാൻസാക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊക്കെ തയ്യാറാക്കാൻ പറ്റും? തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കാൻ സാധിക്കും, പർച്ചേസസ് ബുക്ക് തയ്യാറാക്കാൻ സാധിക്കും, സെയിൽസ് ബുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പൊ തന്നിരിക്കുന്ന നോക്കിയോളൂ, ക്യാഷ് ബുക്ക് ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാം. ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് ആണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ, ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ബിനു, അത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ അത് പർച്ചേസസ് ഡേ ബുക്കിൽ വരും. സോൾഡ് ഗുഡ്സ് ടു രശ്മി, അതും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, സെയിൽസ് ഡേ ബുക്കിൽ വരും. ക്യാഷ് പർച്ചേസസ് ക്യാഷ് ബുക്കിൽ വരും. കമ്മീഷൻ റിസീവ്ഡ് ക്യാഷ് ബുക്കിൽ വരും. പെയ്ഡ് റെന്റ് ക്യാഷ് ബുക്കിൽ വരും. വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ക്യാഷ് ബുക്കിൽ വരും. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ജേർണൽ തയ്യാറാക്കാം. Then next one accounting concepts നമുക്കറിയാം സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത് പഠിച്ചു വെച്ചേക്ക്. ഇതൊരു എസ്സേക്ക് തന്നെ ആദ്യമായിട്ട് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും എസ്സേക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, 5 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഡ്യുവാലിറ്റി, ദ കൺസെപ്റ്റ് ഓഫ് ഡ്യുവൽ ആസ്പെക്ട് നമുക്കറിയാം. ഡെബിറ്റ് കൺസെപ്റ്റും ക്രെഡിറ്റ് കൺസെപ്റ്റ്, അല്ലെങ്കിൽ റിസീവിംഗ് ആസ്പെക്റ്റും ഗിവിംഗ് ആസ്പെക്റ്റും. മാച്ചിങ് കൺസെപ്റ്റ് നമുക്കറിയാം. ദ കൺസെപ്റ്റ് states that the expenses incurred in the accounting period should be matched with the revenue during the period. Expense revenue match ചെയ്തിരിക്കും. ബിസിനസ് എൻറ്റിറ്റി അറിയാം. there is a എന്താണ് the owner is treated as a creditor ആണ്. ഓക്കെ, അവിടെ നമുക്ക് ഓണർ വേറെ ബിസിനസ് വേറെ എന്നൊരു എൻറ്റിറ്റി ആണ് അവിടെ വരുന്നത്. ദെൻ അടുത്ത് വരുന്നത് മണി മെഷർമെന്റ്. ദ മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ജേർണൽ ലെഡ്ജർ അക്കൗണ്ട്സ് തയ്യാറാക്കുമ്പോൾ ദ ട്രാൻസാക്ഷൻസ് വിച്ച് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ട്രാൻസാക്ഷൻസ് മണി അല്ലെങ്കിൽ പണം കൊണ്ട് തിട്ടപ്പെടുത്താവുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ തയ്യാറാക്കുക. ആദ്യം ഓരോന്നിന്റെ ജേർണൽ എഴുതുക. ഒന്നാമത്തേത് പർച്ചേസ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്, രണ്ടാമത്തേത് അനിൽ അക്കൗണ്ട് ലെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്, മൂന്നാമത്തേത് റെന്റ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ദെൻ നാലാമത്തേത് ക്യാഷ് അക്കൗണ്ട് ലെറ്റർ ടു അനിൽ അക്കൗണ്ട്, അഞ്ചാമത്തേത് ഫർണിച്ചർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ദെൻ ലാസ്റ്റ് വൺ ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ക്യാഷ് അക്കൗണ്ട് തയ്യാറാക്കുക. ദ ലാസ്റ്റ് വൺ നമുക്കറിയാവുന്ന ഒരു ഫൈനൽ അക്കൗണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ്. നമുക്ക് ആദ്യം ഇതൊരു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാം. തുടക്കം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, റിട്ടേൺസ് ഉണ്ടെങ്കിൽ റിട്ടേൺസ് കുറയ്ക്കുക, ദെൻ വേജസ്, ദെൻ ക്രെഡിറ്റ് സൈഡ് ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ്. അപ്പം നമുക്ക് സെയിൽസ് നിന്ന് റിട്ടേൺസ് ഉണ്ടെങ്കിൽ റിട്ടേൺസ് കുറയ്ക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ആകെ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നിട്ടുള്ളത് വേജസ് മാത്രമാണ്. കാരേജ് ഇൻവേർഡ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ആദ്യം കൂട്ടുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് 1,16,000 വരുന്നുണ്ട്. ദെൻ കുറയ്ക്കുമ്പോഴേക്കും ബാലൻസ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നു 51,000. അപ്പോഴേക്കും ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യുന്ന 51,000. അതിനുശേഷം എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ദെൻ ഇൻഡയറക്റ്റ് ഇൻകം എഴുതുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് കൊണ്ട് ആഡ് ചെയ്യുക. ദെൻ ഇൻഷുറൻസ് എക്സ്പെൻസ് എഴുതി കഴിഞ്ഞു. ദെൻ ക്രെഡിറ്റ് സൈഡ് നമുക്ക് എന്താണ് 3,000 ഇൻട്രസ്റ്റ് ഉണ്ട്. ദെൻ അഡ്വാൻസ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഡിസൈഡിന് അഡ്വാൻസ്, അത് എന്താണ് കുറയ്ക്കുക. ബാലൻസ് 2,500. ഇപ്പൊ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ബാലൻസ് 45,500. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നു. നമുക്ക് ലയബിലിറ്റി സൈഡ് ലയബിലിറ്റീസ് എല്ലാം എഴുതുക, അസറ്റ് സൈഡ് അസറ്റ്സ് എല്ലാം എഴുതുക.
ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം തന്നെ രണ്ടിടത്ത് വന്നിട്ടുണ്ടെന്ന് നോക്കുക. ക്ലോസ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് വന്ന് നോക്കുക. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറിയുടെ കൂടെ ആഡ് ചെയ്യുകയും ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് കാണിക്കണം. ദെൻ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതും നമുക്ക് ലയബിലിറ്റി ആണ്. അത് നമുക്ക് എവിടെയാണ് ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കുകയും ലയബിലിറ്റി സൈഡ് കാണിക്കുകയും വേണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ മക്കൾ, സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 60 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇനിയും ഈ ചാനലിൽ കുറെ ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, റിവിഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് എക്സാമിനേഷൻ മുമ്പ് എല്ലാം കണ്ട് ഫുൾ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.